കൂലി എന്ന് പറയുന്ന സിനിമ കണ്ടു. ഏർലി മോർണിംഗ് ഷോ ആണ് കണ്ടിട്ടുണ്ടായിരുന്നത്. 2:30 AM ഷോ സ്റ്റാർട്ട് ചെയ്തു. പടം ഇപ്പോൾ കണ്ടിറങ്ങിയുള്ളൂ. ഒരു ലോക്കി പടം, രജനി പടം എന്ന് പറയുന്ന രണ്ട് എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആദ്യത്തെ ഷോയ്ക്ക് തന്നെ സിനിമയ്ക്ക് കയറി. ഈ പടം LCUവിൻ്റെ ഭാഗമല്ല, ഇതൊരു സ്റ്റാൻഡ് അലോൺ മൂവിയാണെന്ന് ഓൾറെഡി ലോകേഷ് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയ സമയത്ത് ഇതിൽ ഫാൻറ്റസി എലമെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ടൈം ട്രാവൽ, അങ്ങനെ പല രീതിയിലുള്ള പല ഇൻ്റർപ്രിട്ടേഷൻസും വന്നിട്ടുണ്ടായിരുന്നു. സിനിമ കാണാൻ പോകുന്നവരോട് ആദ്യമേ പറയാനുള്ളത് അത്തരത്തിലുള്ള എക്സ്പെക്റ്റേഷൻസൊക്കെ മിനിമമായിട്ട് കീപ്പ് ചെയ്യുക. കാരണം ഈ ഒരു പടത്തിൽ യാതൊരു ഫാൻറ്റസി എലമെൻറ്റും ഇല്ല. ഇതൊരു സാധാരണ ഒരു മാസ് സിനിമ ആയിട്ട് തന്നെ കണക്കാക്കപ്പെടേണ്ട ഒരു സിനിമയാണ്. അത്തരത്തിൽ സമീപിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുക. ഇനി ഈ സിനിമ എനിക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ, എനിക്ക് പേഴ്സണലി ഈ പടം ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് തന്നിട്ടുള്ളത്. ലോകേഷിൻ്റെ മുൻ സിനിമകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മോശമായിട്ടുള്ളൊരു സിനിമയായിട്ടും ഒരു രജനി മൂവി എന്നുള്ള രീതിയിൽ ഒരു ആവറേജ് പടമായിട്ടാണ് എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടിട്ടുള്ളത്. പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം സ്ലോ പേസ്ഡ് ആയിട്ട് സ്റ്റോറി ബിൽഡ് ചെയ്യാനൊക്കെ സമയം എടുത്തുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഹൈ മൊമെൻറ്റ്സ് കുറച്ച് കുറവായിരുന്നു എന്ന് തന്നെ പറയാം. തുടക്കത്തിൽ തന്നെ ഒരു മാസ് മൂവി എന്നുള്ള രീതിയിലൊക്കെ സമീപിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് നിരാശ തോന്നും. എനിക്ക് പേഴ്സണലി ലാഗൊന്നും ഫീൽ ചെയ്തിട്ടില്ല. സ്റ്റോറിക്ക് ആവശ്യമായിട്ടുള്ളൊരു സമയം അവർ എടുത്തു എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ. അതുതന്നെ കുറച്ച് നല്ല തമാശകളും ഒക്കെ ആയിട്ട്, അതുപോലെ തന്നെ രജനീകാന്തിൻ്റെ സ്ക്രീൻ പ്രസൻസും ഒക്കെ ആയിട്ട് മാനേജ് ചെയ്ത് പോയി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. നാഗാർജുനയുടെ പെർഫോമൻസും നന്നായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. സൗബിനും നല്ലൊരു ക്യാരക്ടർ ത്രൂ ഔട്ട് റോളുണ്ടായിരുന്നു പടത്തിൽ. അത് ഫസ്റ്റ് ഹാഫിൽ മാത്രമല്ല, പുള്ളിക്ക് പടത്തിൽ ത്രൂ ഔട്ട് നല്ലൊരു റോള് തന്നെയുണ്ട്. ഈ 3 പേരുടെയും പെർഫോമൻസുകളൊക്കെ ആയിട്ടാണ് ഫസ്റ്റ് ഹാഫ് മുന്നോട്ട് പോകുന്നത്. മോശമല്ലാത്ത രീതിയിൽ അവസാനിക്കുന്നൊരു ഫസ്റ്റ് ഹാഫായിട്ടാണ് തോന്നിയിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കാര്യമായിട്ട് എന്തൊക്കെയോ സംഭവിക്കാനുണ്ട്, റിവീൽ ചെയ്യപ്പെടാനുണ്ട് എന്നുള്ളൊരു ഫീലിലാണ് ഇതിൻ്റെ ആദ്യ പകുതി അവസാനിക്കുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫ് ആദ്യ പകുതിനേക്കാൾ കുറച്ചും കൂടി സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് തോന്നിയെങ്കിൽ കൂടി വേണ്ടത്ര ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലിലേക്ക് ഫസ്റ്റ് ഹാഫ് കൊണ്ടുവന്നെത്തിക്കുന്ന ഒരു ബിൽഡപ്പിൻ്റെ ലെവലിലേക്ക് വന്നിട്ടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഹൈ മൊമെൻറ്റ്സൊക്കെ സെക്കൻഡ് ഹാഫിൽ അങ്ങിങ്ങായിട്ട് കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ടെങ്കിൽ കൂടി അങ്ങനെ ഒരു ഭയങ്കര ക്ലാപ്പ് പൂർത്തിയായിട്ടുള്ള ഒരു സീനൊന്നും പേഴ്സണലി അനുഭവപ്പെട്ടില്ല. ഇതിൽ പോസിറ്റീവായിട്ട് എടുത്ത് പറയേണ്ടത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് കുറച്ച് വിൻറ്റേജ് രജനി സീൻസൊക്കെ കടന്നു വരുന്നുണ്ട്. അതൊക്കെ വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. സമീപകാലത്ത് വന്നിട്ടുള്ള ഗോട്ടൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗംഭീരമായിട്ട് തന്നെ ലോകേഷ് ആ ഒരു VFX സീനുകളൊക്കെ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റോറിയാണ്. നമ്മൾ പലതവണ പറഞ്ഞ് പഴകിയിട്ടുള്ള ഒരു കഥ തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ അതിനകത്ത് ഒരു സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് കുറവാകുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്ത് കാര്യം ഉപയോഗിച്ചിട്ടും കാര്യമില്ല. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലേക്ക് വന്നാൽ അനിരുദ്ധ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. ചില സ്കോറുകളൊക്കെ വളരെ നന്നായിട്ട്, ചില ആക്ഷൻ സീനുകളിലൊക്കെ സെക്കൻഡ് ഹാഫിൽ വരുന്നൊരു ആക്ഷൻ സീനിൽ വരുന്ന സ്കോറൊക്കെ വളരെ നന്നായിട്ട് ഫീൽ ചെയ്തു. പക്ഷേ അത്രയ്ക്ക് ഹെവി ആയിട്ടുള്ള മൊമെൻറ്റ്സ് സീനിലില്ല, അല്ലെങ്കിൽ പടത്തിലില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പാട്ടുകളും ഒരു ആവറേജ് ഫീലാണ് തന്നിട്ടുള്ളത്. ഒരു പാട്ടും അത്രയ്ക്ക് അങ്ങനെ ഒരു വലിയൊരു ഇമ്പ്രഷനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പടം മോസ്റ്റ് ഓഫ് ദി ഏരിയ ഭയങ്കര ഫ്ലാറ്റായിട്ട് പോകുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്. ലോകേഷിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ചില എലമെൻറ്റ്സൊക്കെ ഉണ്ടല്ലോ, ചില സർപ്രൈസുകൾ, അതുപോലെ തന്നെ റെട്രോ സോങ്, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഈ പടത്തിലും ഉണ്ട്. പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ റെട്രോ സോങ് എടുത്ത് നോക്കിയാലും അത് വലിയൊരു ഇമ്പാക്റ്റൊന്നും ഉണ്ടാക്കിയില്ല. പുള്ളിയുടെ എല്ലാ പടങ്ങളിലും ഇൻക്ലൂഡിങ് ലിയോ ഈ റെട്രോ സോങ് വളരെ നല്ലൊരു എഫക്റ്റ് ഉണ്ടാക്കാറുണ്ട്. ഇവിടെ വന്നപ്പോൾ അതും എന്തോ ഒരു പാതി എന്തൊരു ഫീലാണ് പേഴ്സണലി അനുഭവപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ആക്ഷൻ സീനുകളൊക്കെ എടുത്ത് നോക്കിയാലും ഒരു സെക്കൻഡ് ഹാഫിൽ വരുന്ന ഉപേന്ദ്രയുടെ എൻട്രിയൊക്കെയുള്ളൊരു ആക്ഷൻ സീനുണ്ട്. അത് അത്യാവശ്യം തരക്കേടില്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ 1-2 സീനുകൾ ഒഴിച്ചു നിർത്തിയാൽ ആക്ഷനും അത്ര ഗംഭീരമായിട്ട് വന്നതായിട്ട് തോന്നിയിട്ടില്ല. മറ്റ് കഥാപാത്രങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സൗബിന് പടത്തിൽ ത്രൂ ഔട്ട് റോളുണ്ട്. പുള്ളി നന്നായിട്ട് തന്നെ തൻ്റെ റോൾ ചെയ്തിട്ടുണ്ട്. നാഗാർജുനയുടെ പുള്ളിയുടെ ഒരു ലുക്കും സ്വാഗും ഒക്കെ നന്നായിരുന്നു. പക്ഷേ ആ ക്യാരക്ടർ കുറച്ച് പോകെ ഇങ്ങനെ അതിൻ്റെ ഒരു സ്ട്രെങ്ത്ത് കുറഞ്ഞു വരുന്ന പോലെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. പുള്ളിയുടെ പെർഫോമൻസ് നന്നായിരുന്നു. ഉപേന്ദ്ര പടത്തിൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് പുള്ളിയുടെ എൻട്രി വരുന്നത്. പുള്ളിയുടെ ഒരു എൻട്രി സീനൊക്കെ നന്നായിട്ട് എടുത്തിട്ടുള്ള പോലെ തോന്നി. പുള്ളിയും മോശമല്ലാതെ ചെയ്തിട്ടുണ്ട്. ആമിർ ഖാൻ ശരിക്കും നമുക്ക് ഒരു വേസ്റ്റഡ് ഓപ്പർച്യൂണിറ്റി എന്നാണ് തോന്നിയിട്ടുള്ളത്. പുള്ളിയെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല. ഈ പറഞ്ഞ നടന്മാരെയൊക്കെ ഇപ്പോൾ ഉപേന്ദ്ര ആയാൽ കൂടി പുള്ളിയുടെ പൊട്ടൻഷ്യലിനനുസരിച്ച് യൂസ് ചെയ്തു എന്ന് ഞാൻ പറയില്ല. ഈ ഒരു പടത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഈ ആ ഒരു കഥാപാത്രത്തെ ഉപേന്ദ്രയുടെ കേസിലും നാഗാർജുനയുടെ കേസിലും ഉപയോഗിച്ചിട്ടുണ്ട്. ആമിർ ഖാൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു കഥാപാത്രം ഒരു അനാവശ്യ എൻട്രി ആയിരുന്നു, അല്ലെങ്കിൽ ചുമ്മാ ഒരു പാൻ ഇന്ത്യൻ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് എന്നതിനപ്പുറം ആമിർ ഖാന് കാര്യമായിട്ടൊന്നും പടത്തിൽ ചെയ്യാനില്ല. ശ്രുതി ഹാസൻ ഇത്തരം മാസ് സിനിമകളിലൊക്കെ സാധാരണ കാണുന്നത് പോലെ പടം മുഴുവനായിട്ടും ഉണ്ടാവും, പക്ഷേ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ. സലാറിലൊക്കെ ഇത് തന്നെയായിരുന്നു. കൂടുതലായിട്ട് ഞാൻ ഈ പടത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല, കാരണം പടം ആളുകൾ കണ്ടു തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് സ്പോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ
പടം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഫ്ലാറ്റായിട്ട് നീങ്ങുന്ന ഹൈ മൊമെൻറ്റ്സൊക്കെ വളരെ കുറവുള്ള ഒരു ആവറേജ് സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങളും പടം കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലെഴുതുക.